PSC പരീക്ഷ ഇങ്ങനെ എഴുതി എഴുതി കിട്ടാതാവുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. അവൾ ഒരുപാട് കാലമായി ഇത് തുടങ്ങിയിട്ട് അതൊന്നും കിട്ടാൻ പോകുന്നില്ല, അതൊക്കെ ഒരുപാട് തോറ്റതാന്ന് പറയും. പക്ഷേ മറ്റുള്ളവർ നമ്മളെ തോറ്റവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളെ ഒരിക്കലും തോറ്റവൾ എന്ന് പറയരുത്. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനൊരു വലിയ റാങ്ക് ഹോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഗുരു ആയിട്ടോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വരുന്ന കുറച്ച് കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ചോദിക്കണമെന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്. കമൻറ്റുകളൊന്ന് പറയാവേ. ചേച്ചിയുടെ PSC പഠന രീതി ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് നോട്ട്സ് തയ്യാറാക്കുന്നത്? ടൈം ടേബിൾ എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയും വരും, കൂടെ ചെറിയൊരു സങ്കടവും വരും. കാരണം എന്താണെന്നറിയോ? ഞാൻ ഇതുവരെ ഒരു PSC റാങ്ക് ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടില്ല എന്നതാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പരാജയപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെന്ന് സാരം. പ്രിലിംസ് പരീക്ഷ വരുമ്പോൾ ഞാൻ പുലിയാണ് കേട്ടോ, നല്ല മാർക്കോടെ പാസ്സാവും. പക്ഷേ മെയിൻ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ എൻ്റെ പേര് ആ ലീസ്റ്റിൽ എവിടെ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഇതാണ്: ഒരു ലീസ്റ്റിലും വരാത്ത ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പഠിക്കാൻ ഉപദേശിക്കുക? അതിനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, ജയിച്ചവർ പറയുന്നത് മാത്രമേ എല്ലാവരും കേൾക്കൂ, തോറ്റവൻ്റെ വാക്കിന് പുല്ല് വില പോലും ആരും കൊടുക്കില്ല. പണ്ട് സ്കൂൾ പഠിക്കുമ്പോഴേ നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ആ ജയിച്ച കുട്ടിയെ കണ്ടു പഠിക്കുകയെന്ന്. തോറ്റവനെ കണ്ടു പഠിക്കാൻ ആരും പറയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പരീക്ഷയിൽ ജയിച്ചവനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുക ഒരു പക്ഷേ അത് എഴുതി പരാജയപ്പെട്ടവനാവും. കാരണം എവിടൊക്കെയാണ് കുഴികളുള്ളതെന്ന് വീണവനല്ലേ മനസ്സിലാവൂ. ഞാൻ പ്രിലിംസ് പാസ്സായി മെയിൻ പരീക്ഷയിൽ തോൽക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ഈ കാണുന്ന റാങ്ക് ഫയലുകളും ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ വെറുതെ കാണാപ്പാഠം പഠിച്ചാൽ പ്രിലിംസ് എന്ന കടമ്പ കടക്കാം. പക്ഷേ മെയിൻ എങ്ങനെയല്ല, അവിടെ PSC നമ്മളെ ഒന്ന് വട്ടം കറക്കും. ആ സമയത്ത് ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണോ എന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമത്തെ കാര്യം അമിത ആത്മവിശ്വാസമാണ്. പ്രിലിംസ് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ കുറച്ച് പഠിപ്പിസ്റ്റൊക്കെയാണ് എന്നുള്ളത്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് പഠനത്തിന് വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല. പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ ഒരു ചോദ്യമുണ്ട്, നിനക്ക് പ്രിലിംസൊക്കെ കിട്ടിയില്ലേ, ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാമല്ലോ എന്ന്. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം ജോലി കിട്ടാറൊന്നും ആയിട്ടില്ല എന്ന്. എന്നാലും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു ചെറിയ അഹങ്കാരം വരും. ആ അഹങ്കാരമാണ് മെയിൻ പരീക്ഷയിൽ നമ്മളെ തളർത്തുന്നത്. പിന്നുള്ളത് റിവിഷനാണ്. സത്യം പറയാലോ, പഠിക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയൊക്കെ കാണും. പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കാൻ രസമാണ്. പക്ഷേ പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരും. പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഈ ചോദ്യം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതാ റാങ്ക് ഫയലിൻ്റെ എടുത്ത പേജിൽ താഴെയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷേ ഉത്തരം മാത്രം കിട്ടില്ല. 2 ഓപ്ഷനുകൾക്കിടയിൽ നമ്മളിങ്ങനെ ഊയലാടും. അവസാനം കറക്കി കുത്തി ഒന്നങ്ങോട്ട് കറുപ്പിക്കും. വീട്ടിലെത്തിയിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ ആ കറക്കി കുത്തിയത് തെറ്റായിരുന്നു എന്ന്. അങ്ങനെ നെഗറ്റീവ് മാർക്ക് അടിച്ചാൽ ലീസ്റ്റിൽ നിന്നും പുറത്താവും. ഇതൊക്കെ എൻ്റെ മാത്രം കഥയല്ലെന്ന് എനിക്കറിയാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ പഠിക്കുന്നുണ്ട്, പുസ്തകം തുറന്നു വെച്ച് മണിക്കൂറോളം ഇരിക്കുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് മാത്രം വരുന്നില്ല. എന്തുകൊണ്ടാണത്? കാരണം നമ്മൾ സ്മാർട്ടായിട്ടല്ല പഠിക്കുന്നത്. ഞാൻ ചെയ്തിരുന്ന മറ്റൊരു തെറ്റ് പറയാം. ഞാൻ എല്ലായിടത്തു നിന്നും നോട്ടുകൾ വാരി കൂട്ടി പഠിക്കാൻ ശ്രമിച്ചു എന്നതാണ്. ടെലഗ്രാമിലും വാട്സപ്പിലും വരുന്ന നോട്ട്സുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. പക്ഷേ സ്വന്തമായി ഒരു വരി പോലും എഴുതില്ല. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടേതായ വാക്യത്തിൽ എഴുതുമ്പോഴാണ് നമുക്കത് തലയിൽ കയറുക. അങ്ങനെ ഞാൻ ചെയ്തിരുന്നില്ല. പരീക്ഷയ്ക്ക് മുമ്പ് ഈ നോട്ട്സുകളൊക്കെ നോക്കുമ്പോൾ നമുക്കൊക്കെ കൺഫ്യൂഷനാകും. പിന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും കാലമായല്ലോ കിട്ടിയില്ലേ, ഇനി നിർത്തിക്കൂടെ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ 2022-23 കേട്ടോ PSCയിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സ്വന്തം വീട്ടുകാരാകുമ്പോൾ ആ വേദന ഇരട്ടിയാവുകയല്ലേ ചെയ്യുക. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, പരാജയപ്പെട്ടവൾ എന്ന് മറ്റുള്ളവർ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ പരാജയപ്പെട്ടവൾ എന്ന് വിളിക്കരുത്. ഓരോ പരാജയവും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ രീതികളിൽ എവിടെയൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ സമയമായി എന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ പഠന രീതിയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പ്രിലിംസ് പഠിക്കുന്നത് പോലെയല്ല ഇപ്പോൾ മെയിൻസ് പഠിക്കുന്നത്. ഓരോ കാര്യവും കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. തമാശയ്ക്കാണെങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഈ PSC പരീക്ഷ എന്നതേ ആദ്യം ഒരു 1 സൈഡ് ലവ് പോലെയാണ്. നമ്മൾ എത്ര പുറകെ നടന്നാലും നമ്മൾ മൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ വിടാതെ പിടിച്ചാൽ, നമ്മുടെ ആത്മാർത്ഥത കണ്ടാൽ എന്നെങ്കിലും ഒരു ദിവസം അത് വഴങ്ങാതിരിക്കില്ല. ആ ഒരു ദിവസം വരുന്നത് വരെ നമ്മൾ ഈ മൈതാനത്തൊക്കെ തന്നെ ഉണ്ടാവണം എന്നതാണ് കാര്യം. ഇപ്പോൾ പിന്നെ പ്രായപരിധിയും കൂട്ടിയല്ലോ. ഓടി തോൽക്കുന്നതിനേക്കാൾ നാണക്കേട് ഓടാൻ പേടിച്ച് മാറി നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇതുവരെ PSC എഴുതി കിട്ടാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ
നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ മുമ്പ് എഴുതിയിരുന്ന എക്സാമുകളൊക്കെ ഉണ്ടാവില്ലേ, ആ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും റാങ്ക് ഫയൽ, നിങ്ങളുടെ നോട്ട്സുകൾ ഇതൊക്കെ ഒന്ന് നോക്കുക. എവിടെയാണ് എനിക്ക് മാർക്ക് പോകുന്നത്, ഏതൊക്കെ ഭാഗമാണ് എനിക്കിപ്പോഴും തെറ്റുന്നത് എന്നൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരാളുടെയും പഠന രീതി അതുപോലെ കോപ്പി അടിക്കാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. എനിക്ക് എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവുന്ന ടൈമിലാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. ചിലർക്ക് രാത്രി പഠിക്കാനാവും ഇഷ്ടം, ചിലർക്ക് രാവിലെയാവും. അത് നിങ്ങളുടെ സൗകര്യം പോലെ തീരുമാനിക്കുക. പലപ്പോഴും എൻ്റെ പഠനം രാത്രിയിലൊക്കെ ആയിരിക്കും. രാത്രി പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പുസ്തകങ്ങളൊക്കെ എന്നെങ്കിലും എനിക്കൊരു ജോലി തരുമെന്ന്. ചുറ്റുമുള്ളവരൊക്കെ ഉറങ്ങാവും, ഞാൻ ആ സമയത്ത് നമ്മുടെ ഭരണഘടനയും കണക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ PSC പഠനം തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയോ? എനിക്ക് പണ്ട് ഇല്ലാത്തൊരു ക്ഷമ വന്നു. പണ്ടൊരു ബസ് വരാൻ 5 മിനിറ്റ് വൈകിയാൽ ദേഷ്യം വരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ വർഷങ്ങളായി ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പരാജയപ്പെടുമ്പോൾ തളരാതിരിക്കാനും ജയിക്കുന്നവരെ നോക്കി അസൂയപ്പെടാതെ അവരെ അഭിനന്ദിക്കാനൊക്കെ ഞാൻ പഠിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ എപ്പോഴും പറയും, എടി ഇത് പഠിച്ച സമയം കളയാതെ വേറെ എല്ലാ ജോലിക്കും ശ്രമിച്ചുകൂടെ എന്ന്. അവളോട് എനിക്ക് ദേഷ്യമൊന്നും തോന്നാറില്ല കേട്ടോ, കാരണം നമ്മൾ കാണുന്ന ഈ ഒരു സ്വപ്നത്തിൻ്റെ വില നമുക്കെല്ലാം അറിയൂ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പഠനത്തിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകരുത്. ചിലർ പറയും ലോകം മറന്ന് പഠിക്കണമെന്ന്, പക്ഷെ ഞാൻ പറയുക ലോകം അറിഞ്ഞുകൊണ്ട് പഠിക്കണം എന്നാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണം, ഒരു ചായയൊക്കെ പുറത്ത് പോയിട്ട് കുടിക്കണം, സുഹൃത്തുക്കളോട് സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറൊരു പഴയ റാങ്ക് ഫയൽ പോലെ വിറച്ചു പോകും. ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, പഠിച്ച് മടുക്കുമ്പോൾ ഞാൻ ഈ പഴയ സിനിമകൾ ഉണ്ടാവില്ലേ, പഴയ സിനിമകളിലെ കോമഡി സീനുകൾ കാണും. അപ്പോൾ മനസ്സൊന്ന് ഫ്രഷ് ആവും. അപ്പോൾ പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തലയിൽ കയറും. അല്ലാതെ 24 മണിക്കൂറും പഠിക്കാനിരുന്നാൽ അവസാനം പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ഒരു മിക്സർ പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ഇന്ന് പ്രിലിംസ് പോലും കിട്ടാത്തവരാവാം, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് പുറത്തായവരാവാം. പക്ഷെ ഒന്ന് ഓർക്കുക, എത്ര വലിയ റാങ്ക് വാങ്ങിച്ചവരാണെങ്കിൽ പോലും ഒരിക്കൽ ഇതുപോലെ പരാജയപ്പെട്ടവരാണ്. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1% ഭാഗ്യവും തോറ്റു കൊടുക്കില്ല എന്ന വാശിയുമാണ്. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നൊരു റാങ്ക് ഹോൾഡർ അല്ലായിരിക്കാം, പക്ഷേ ഞാൻ ഒരിക്കലും ഒരു റാങ്ക് ഹോൾഡർ ആവും. അപ്പോൾ എൻ്റെ പഠന രീതികൾ, എൻ്റെ തെറ്റുകൾ, ഞാൻ തിരുത്തിയ കാര്യങ്ങൾ, ഇതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അപ്പോൾ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരു ചെറിയ ആശ്വാസം കിട്ടിയെങ്കിൽ എനിക്ക് സന്തോഷം. തോറ്റു എന്ന് കരുതി ആരും വിഷമിക്കരുത്, ഇനിയും സമയമുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ, അശ്വതി.